കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ UDSF അവരുടെ ഭരണം നിലനിർത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പുതിയ യൂണിയൻ സത്യപ്രതിജ്ഞയും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വനിതാ ചെയർപേഴ്സണാണ് ഇനി നയിക്കുന്നത് എന്നുള്ളതാണ്. PK ഷിഫാന നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു വനിതാ ചെയർപേഴ്സണായി ഇവിടേക്ക് എത്തുന്നു. അതൊരു പ്രചോദനമാണ്. എങ്ങനെയാണ് മുന്നോട്ടുള്ള ഒരു പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ എല്ലാവരോടും നന്ദിയാണ് പറയുന്നത്. ഇതൊരു അധികാരമല്ല, ഇതൊരു ഉത്തരവാദിത്തമാണ് ഞാൻ നോക്കിക്കാണുന്നത്. വളരെ ഒരു മികച്ച നല്ലൊരു യൂണിയനായിട്ട് നമുക്കിത് വരച്ചു തീർക്കേണ്ടതുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടയാളപ്പെടുത്തുന്ന യൂണിയനായിട്ട് എനിക്കും എൻ്റെ ഭാരവാഹികൾക്കും ഇവിടെ വരച്ചു തീർക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തന്നെ നിങ്ങളൊരു പ്ലക്കാർഡുകളൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇതിൽ വിദ്യാർത്ഥികളുമായിട്ട് ഉന്നയിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ഒരുപാട് അക്കാദമിക് പരമായിട്ടും നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ FUGP കോഴ്സ് അത് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂടി FUGP കോഴ്സിൽ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ആശങ്ക നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് FUGP കോഴ്സിലെ കുട്ടികൾക്ക് സിലബസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. അവരൊരു എക്സാം കഴിഞ്ഞാൽ അവർ കോളേജുകളിലെ UGCകൾക്കും യൂണിവേഴ്സിറ്റികളുമായിട്ട് ഓടിയെത്തുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സിലബസ് ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെ ഞങ്ങൾ ഇത് പഠിച്ച് തീർക്കുമെന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഭയങ്കര ആശങ്കയിലാണ്. ഈ മേഖലകളിലെല്ലാം മാറ്റങ്ങൾ വരുത്തി ടെക്നോളജിക്കൽ പരമായിട്ടും അക്കാദമിക് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞങ്ങളുടെ യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യം കൂടെ അറിയാം. ഒരു SFIയുടെ ഒരു പ്രതിഷേധ സമരങ്ങളും BCക്കെതിരായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊരു നിലപാട് എങ്ങനെയാണ്? അതിൻ്റെ നിലപാട് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലായിട്ടൊന്നും പറയണില്ല. അവരിപ്പോൾ ചെയ്യുന്നതിന് നമുക്കൊന്നും ഇതാക്കാൻ പറ്റും. നമ്മളെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുക. അവരെന്ത് ചെയ്താലും നമ്മളതിനെ തകർക്കുന്ന രീതിയിലേക്ക് ഒന്നും മോശമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അവരവരുടെ നിലപാടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ നിലപാടായിട്ട് മുന്നോട്ട് പോകുന്നത് അത്രത്തില്ല. തീർച്ചയായും UDSF യൂണിവേഴ്സിറ്റിയിൽ ഭരണം നിലനിർത്തിയിരിക്കുകയാണ്. അതിൽ ചെയർപേഴ്സണായി PK ഷിഫാനയാണ് ഈ യൂണിയനെ നയിക്കുകയും ചെയ്യുക. അവർ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പീലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.